ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റുഫാറി കിച്ചൻ്റെ റമദാൻ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് വെറൈറ്റി ടേസ്റ്റുള്ള ഒരു മക്രോണിയുടെ റെസിപ്പി ആട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മക്രോണിയുടെ റെസിപ്പി തന്നെ ആട്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ മക്രോണി ആദ്യം വേവിച്ചെടുക്കട്ടെ ചെയ്യണേ. അപ്പോൾ ഇതാ കുക്കറിൽ ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം വെച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് മക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ 3 വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ ഞാനത് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 3 വിസിലിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ മക്രോണിക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സ്ട്രെയിനറിലേക്ക് ഊറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്ട്രെയിനറിലേക്ക് ഊറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പശകളൊക്കെ അങ്ങോട്ട് പോയി കിട്ടിക്കോളും. നമുക്ക് മക്രോണിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റൗവിൽ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിലാട്ടോ ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണല്ല, ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു ചെറിയൊരു സവാള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളി നല്ല സോഫ്റ്റ് ആവണ വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ. അതൊന്ന് കൈകൊണ്ട് ഇതുപോലെ നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മാഗി ക്യൂബ് ഉള്ളിൽ നല്ല അലിഞ്ഞ് ചേരുന്ന വരെ നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മാഗി ക്യൂബൊക്കെ നല്ല അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സോസൊക്കെ ചേർത്ത് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയുടെ സൈഡിലേക്ക് മാറ്റി വെച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ നീക്കി വെച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ടാണ് ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് മുട്ട മാത്രം ഒന്ന് ഇതുപോലെ നല്ല ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ മസാലയിലേക്ക് മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ മുട്ട ഞാൻ അതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടയും മസാലയും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പം അതുപോലെ നല്ല ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആയിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ പോണവരെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്തെടുക്കാം. മക്രോണി ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നത് മന്തി മസാല കേട്ടോ. മന്തി മസാല 1/2 ടീസ്പൂൺ മന്തി മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഈ മന്തി മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ മക്രോണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ കൊടുക്കുന്നത്. മാഗി ക്യൂബ് മന്തി മസാല ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി ടേസ്റ്റിലുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്തെടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെങ്ങാണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താം. പിന്നെ ഈ മക്രോണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ റുഫാറി കിച്ചൻ എന്ന് പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.